ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ്. നമ്മുടെ വീടുകളിൽ തന്നെ വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നതിനായി 1 കിലോഗ്രാം ചിക്കനാണ് ഞാൻ എടുക്കുന്നത്. ചെറിയ പീസുകളായാണ് ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി മിക്സ് ആക്കിയതിനു ശേഷം അരമണിക്കൂർ റെസ്റ്റിന് വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് ചൂടാക്കിയെടുക്കാം. കുറച്ചധികം ഓയിൽ ഒഴിച്ചതിന് ശേഷം കട്ട് ചെയ്ത് സവാള ഇട്ട് കൊടുക്കാം. 5 സവാളയാണ് ഞാൻ എടുത്തത്. വലുതാണെങ്കിൽ 4 എണ്ണം എടുത്താൽ മതി. വളരെ നേരിയതായി വേണം കട്ട് ചെയ്തെടുക്കാൻ. സവാളയുടെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. പാനിൽ നിന്നും കുറച്ച് ഓയിൽ മാറ്റി വെക്കാം നമുക്ക്. ഇനി പാനിലേക്ക് 8-10 വെളുത്തുള്ളി ചതച്ചതും 3 പച്ചമുളക് നടുകെ കീറിയതും 1 പിടി കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം 3 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് അടച്ചു വെക്കാം. തുറന്നിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായി വെന്ത് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഫ്രൈ ചെയ്ത സവാള ചേർക്കുമ്പോൾ ഇത് കുറുകി വന്നോളും. സവാള ഇട്ട് മിക്സ് ആക്കി എടുക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകവും ഇട്ട് കൊടുക്കാം. ജീരകപ്പൊടി ആയാലും മതി. ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അവസാനമായി കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടാനും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.